NIA റെയ്ഡിന് പിന്നാലെ ബംഗാളിൽ തൃണമൂൽ BJP പോര്. ഭൂപതി നഗർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട റെയ്ഡിന് മുമ്പ് BJP നേതാവുമായി NIA SP കൂടിക്കാഴ്ച നടത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. വിഷയത്തിൽ തൃണമൂൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, എന്താണ് മറ്റു വിവരങ്ങൾ? പശ്ചിമ ബംഗാളിലെ സന്ദേശ് കലിയിൽ നേരത്തെ ED സംഘം റെയ്ഡിനെത്തുകയും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്ത് വലിയ വാർത്തയായിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ NIAക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് NIA സംഘം ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂപതി നഗർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയ്ഡിനെത്തിയത്. തുടർന്ന് 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അറസ്റ്റിന് പിന്നാലെ ഇവിടെ NIA സംഘത്തെ ആക്രമിച്ചു എന്നാണ് NIA പറഞ്ഞിരുന്നത്. പക്ഷേ NIA സംഘത്തിനെതിരെ പശ്ചിമ ബംഗാൾ പോലീസ് പിന്നീട് കേസെടുക്കുകയും ചെയ്തു. അതായത് സ്ത്രീകളെ അടക്കം കയ്യേറ്റം ചെയ്തു NIA ഉദ്യോഗസ്ഥരെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ നടപടി. ഏതായാലും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത് ഈ കേസ് അത് BJPയുടെ ഒത്താശയോടുകൂടി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമെന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് 26-ാം തീയതി BJP നേതാവ് ഇത്തരത്തിൽ NIA കൊൽക്കത്തയിലുള്ള ഒരു NIA SP-യുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ആരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കത്ത് BJP നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമായി NIA ഉപയോഗിക്കുകയാണെന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കാരണം 2022-ലാണ് ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. അതിനുശേഷം കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഈ കേസ് പിന്നീട് NIA ഏറ്റെടുക്കുന്നത്. അപ്പോൾ 10 മാസത്തിന് മുമ്പ് NIA ഏറ്റെടുത്ത കേസിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് റെയ്ഡ് നടത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏതായാലും തൃണമൂൽ നേതാക്കൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ BJP ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണ ഏജൻസികൾ അവരുടെ പണിയാണ് ചെയ്യുന്നത്, അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന വാദമാണ് BJP ഏതായാലും നിരത്തുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിയത്.